ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കാ സുവിശേഷം 24:30-31 വചനങ്ങൾ വായിച്ചാട്ടെ. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അദ്ദേഹം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുകയും ചെയ്തു. ഇത് തിരുവത്താഴത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നമ്മളിതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. കണ്ണുകൾ തുറന്നതുകൊണ്ട് അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിഞ്ഞവരുടെ പേര് ശിഷ്യന്മാർ. ഇതുപോലെ ലുധിയായുടെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ അവർക്ക് വചനം ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ തിരിച്ചറിയാത്ത ഒരു വിഭാഗം കൂടെ ഉണ്ട്. അതാരാന്നറിയണം? ലൂക്കാ 24:20 വായിക്കണം. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. മതി. ഞങ്ങളുടെ മഹാപുരോഹിതന്മാരും ഭരണാധികാരികളും ഈ ഒരു കാരണം വരുമ്പം ഇവർ പറയുന്നത് ഞങ്ങളുടെ മഹാപുരോഹിതന്മാരെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ മഹാപുരോഹിതന്മാരും ഭരണാധികാരികളും അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവരദ്ദേഹത്തെ ക്രൂശിക്കുകയും ചെയ്തു. പുരോഹിതന്മാരും ഭരണാധികാരികളും. മഹാപുരോഹിതന്മാരാരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പുരോഹിതന്മാരാരാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഈ മതപരമായ കാര്യങ്ങൾ അറിയാവുന്നവരെ പുരോഹിതനെന്ന് പറയാം. മതപരമായ കാര്യങ്ങൾ പഠിച്ചവനെ പുരോഹിതനെന്ന് പറയാം. മതപരമായ അറിവുള്ളവൻ എന്നുള്ള ഭാവമുള്ളവനെ പുരോഹിതനെന്ന് പറയാം. മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവനെ പുരോഹിതനെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശുശ്രൂഷകന്മാർ, ന്യായശാസ്ത്രികളെന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രീയമായി ന്യായപ്രമാണം പഠിച്ചവർ. ശാസ്ത്രീയമായി ന്യായപ്രമാണം പഠിച്ചവരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ബൈബിൾ കോളേജുകളിൽ പോയി ബൈബിൾ പഠിച്ചവർ. അവരാ ന്യായശാസ്ത്രികൾ. അവർക്ക് ആ പഠിപ്പിക്കുന്ന അതിനകത്ത് പഠിച്ചതുകൊണ്ട് അവർക്ക് ആ ഒരു മേഖല വിട്ട് പുറത്തോട്ട് വരത്തില്ല. ഈ കഥകളിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. കഥ അറിയാവുന്നവനും കഥകളി കണ്ടിരിക്കാൻ രസമാണ്. കാരണം അവനറിയാം ഇത് എന്നതാണ് സംഭവിക്കാൻ പോകുന്നത്, എത്രത്തോളം സംഭവിക്കും, എന്നതാണ്, എങ്ങനെയാണെന്നൊക്കെ അവന് ഈ കാണുന്നവരോട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ കഥയും കൂടെ അറിയാമെങ്കിൽ അവൻ രസമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ബൈബിൾ കോളേജുകളിൽ നിന്ന് ഇത് ശാസ്ത്രീയമായി പഠിച്ചിട്ട് വന്നവർ, അങ്ങനെയുള്ളവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രയാണെന്ന് പറഞ്ഞാലും അവർ ആ പഠിച്ചു വന്നതിൻ്റെതായ ഒരു തത്വത്തിലും സയൻസിലും അത് പ്രസംഗിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരാണ് ഈ പുരോഹിതന്മാർ. അവർ ഇതിൻ്റെ ആ ഒരു വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതീയ മതങ്ങളിലെ പുരോഹിതന്മാരെ പോലെ തന്നെ ക്രിസ്തീയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയിലെ പുരോഹിതന്മാർ, ഇവർ ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നാണ് അവിടെ അവർ പറഞ്ഞത്. ഇനി മഹാപുരോഹിതന്മാർ, ഈ മഹാപുരോഹിതന്മാരാരാന്ന് ചോദിച്ചാൽ ഈ പുരോഹിതന്മാരുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെൻട്രൽ പാസ്റ്റർമാരും വലിയ ഔദ്യോഗികമായ ഉത്തരവാദിത്വമൊക്കെ ഉള്ളവർ, പുരോഹിതന്മാരെ പഠിപ്പിക്കുന്നവർ, പുരോഹിതന്മാരെ ആത്മീകമായി നയിക്കുന്നവർ, ആത്മീക നിയമങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ ഈ മഹാപുരോഹിതർ. ഇനി വിശ്വാസികൾ ആരാണെന്നുള്ളത് 1 പത്രോസ് 2:9 വായിച്ചേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ആകുന്നു. അതായത് രാജകീയ പുരോഹിത വർഗം എന്നാണ് വിശ്വാസികളെ വിളിക്കുന്നതെങ്കിൽ അവരെ നയിക്കുന്ന ഒരു പുരോഹിതന്മാരും അവരുടെ നേതാക്കന്മാരാണ് ഈ മഹാപുരോഹിതന്മാർ. വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഇതെല്ലാം ഉള്ളത്, അല്ലാതെ ജാതിയുടെ ഇടയ്ക്കത്തെ കാര്യമൊന്നുമല്ല ഇവിടെ നമ്മൾ വായിക്കേണ്ടത്. ഇവരെ ഈ മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതിനെ യേശു വിളിക്കുന്നത് എന്താണെന്ന് മത്തായി 23:8 വായിച്ചേ. നിങ്ങളോ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാരാകുന്നു. ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, ബാക്കി നിങ്ങളെല്ലാവരും സഹോദരന്മാരത്രേ. ഞാൻ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഈ കല്യാണത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഈ പ്രോഗ്രാം ഷീറ്റ് അങ്ങോട്ട് സപ്ലൈ ചെയ്തപ്പോൾ അതിലൊരു പ്രധാന പ്രസംഗകനായിട്ട് വന്ന പുള്ളിയുടെ പേരിൻ്റെ അവിടെ പാസ്റ്റർ എന്ന് മാത്രം എഴുതിയിരുന്നത്. അയാൾ പറഞ്ഞു ഞാൻ സമ്മതിക്കുകയല്ല, ഞാൻ ഇതിനകത്ത് കയറത്തില്ല, ഞാൻ കയറണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ എഴുതണം. എങ്ങനെ എഴുതണം? റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ബിഷപ്പ് പാസ്റ്റർ
പിന്നെ അയാളുടെ പേര് പറഞ്ഞു. ഇത്രയും വെച്ചാൽ മാത്രമേ ഞാൻ കയറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതെങ്ങനെ വെക്കും, ഇത്ര ഇനിയിപ്പം നല്ല ഡീസൻ്റായിട്ട് പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത ഈ പേപ്പർ എങ്ങനെ മാറ്റും? അതൊന്നും എനിക്കറിയണ്ട, ഞാൻ കയറണമെങ്കിൽ. ഇയാൾ അമേരിക്കയിൽ നിന്നും വന്നതാണ്. റൈറ്റ് അമേരിക്കക്കാരനല്ല, മലയാളി അമേരിക്കയിൽ പോയിട്ട് തിരിച്ച് വന്നതാണ്. റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ബിഷപ്പ് പാസ്റ്റർ ഇത്രയും വെച്ചിട്ട് മാത്രമേ. പിന്നെ അവർ നിമിഷ നേരം കൊണ്ട് അതിലൂടെ ഇതിലൂടെ എല്ലാം ഓടി നടന്ന് പെട്ടെന്ന് പ്രസ്സിൽ പോയി അതിൻ്റെ പുതിയ DTP ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ആ കൊടുത്തതെല്ലാം തിരിച്ചു മേടിച്ച് തിരിച്ചു വെച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരുത്തനെയും ഗുരു എന്നൊന്നും വിളിക്കണ്ട, ഗുരുവല്ല, അത് ഗുരു ഒരാൾ മാത്രമാണ്, നിങ്ങൾ സഹോദരന്മാരാണ്. ബ്രദർ എന്ന് വെച്ചാൽ മതിയായിരുന്നു, മാന്യമായിട്ട് പാസ്റ്റർ എന്ന് വെച്ചാൽ അയാൾ സമ്മതിക്കുകയല്ല. കാരണം ഇവനൊക്കെയാണ് മഹാപുരോഹിതൻ. കാര്യം ഇതിൻ്റെ നേതാവാണ്, വെള്ളയൊക്കെ ഇട്ട് ക്ലീൻ ഷേവൊക്കെ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരു സംഭവം എനിക്കറിയാം. തെങ്ങ് കയറുന്ന ഒരുത്തൻ വിദേശത്ത് പോയി, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നിട്ട് അവൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഈ മരത്തെ കിടക്കുന്ന കായ എന്നാന്ന് ചോദിച്ചു. തെങ്ങാലോട്ട് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. അമ്മേ ഈ മരത്തെ കിടക്കുന്ന കായ എന്നാന്ന് എന്ന് പറഞ്ഞാൽ ഇതിലൂടെയൊക്കെ ആട് മേയിച്ച് നടന്നവനൊക്കെ അമേരിക്കയിലോട്ടൊക്കെ കയറിപ്പോയി കർത്താവിൻ്റെ പേരിൽ അവിടെ ചെന്നിട്ട് തിരിച്ചിവിടെ വന്നു കഴിയുമ്പം അവന് തെങ്ങേ കിടക്കുന്ന കായ എന്നാന്നറിയത്തില്ല, പ്ലാവേ കിടക്കുന്ന കായ എന്നാന്നറിയത്തില്ല. അവന് പിന്നെ റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ബിഷപ്പ് പിന്നെ പാസ്റ്റർ ഇത്രയും പേര് വെച്ചില്ലേ അവൻ കയറുകയല്ല. അതിൻ്റെ ഉത്തരവാദിത്തക്കാർ കിടന്ന് പെട്ട പാട്. അരമണിക്കൂർ കൊണ്ട് ജനം ഒരു 600 പേര് ഹോളിനകത്തിരിക്കുമ്പോൾ ആ സമയം കൊണ്ട് അവർ കിടന്ന് ഓടി ഈ ഒരു കാര്യം മാത്രം മാറ്റുക. ബാക്കി DTP സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാനുള്ള സമയം വേണ്ടേ? അവരനുഭവിച്ച ടെൻഷൻ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെയാണ് ഈ മഹാപുരോഹിതൻ എന്ന് വിളിക്കേണ്ടത്. ഇന്നത് വിശ്വാസികളുടെ ഇടയ്ക്കാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ബിഷപ്പ് എന്നതാ. ഇതിലൂടെ ഒരു കാലത്ത് തേരാപ്പാര നടന്നവനാ. പക്ഷേ ഇപ്പം ഇങ്ങനെയാകും. ഇവരെന്ത് ചെയ്തു? ഇവരെന്താ ചെയ്തത്? ലൂക്ക 24:20 വായിച്ചേ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഇന്നും അന്ന് അവന്മാരത് ചെയ്തെങ്കിൽ ഇന്നും ഇവർ ചെയ്യുന്നത് എന്താന്ന്? ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ വായിച്ചേ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് വേണ്ടി ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകുന്നതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല. ഇതാണ് കൃത്യമായിട്ടും ഇതിനകത്ത് ഹെബ്രായ ലേഖനം പറയുന്നത്. ഹെബ്രായ ലേഖനം 6-ന്റെ 4, 5, 6 ഇപ്പം വായിച്ചത്. ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും ലഭിച്ച് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ ഓഹരിക്കാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുള്ളവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല. കാരണം അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും പരസ്യമായി അവകാശനാക്കുകയും ചെയ്യുന്നു. ഇതാണ് സത്യത്തിൽ അന്ന് അവിടെ നടന്നത്. ആ കല്യാണം നടക്കട്ടെ, മാന്യമായിട്ട് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയാൾ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം വിശ്വാസികളുടെ ഇടയ്ക്കാണ് ഇതുള്ളത്. മഹാപുരോഹിതനും പുരോഹിതനും എല്ലാം വിശ്വാസികളുടെ ഇടയ്ക്ക് തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ കൃത്യം നമുക്കറിയണമെങ്കിൽ ഇത് ഇങ്ങനെ ഈ കയറുക ഇറങ്ങുകയും ചെയ്യുന്നവരെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇസ്രായേൽ ജനത്തിനെ നോക്കിയാൽ മതി. ഈ ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുമ്പം പല ഭാഗത്തും വിശ്വാസം. പുറപ്പാട് പുസ്തകം 12-ന്റെ 12, 13, 29, 30, 31 മുതൽ 36 വരെയൊക്കെ വായിച്ചാൽ വിശ്വാസത്തിൽ കത്തിക്കേറി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെ വായിച്ചാൽ വീണുപോയി. വീണ്ടും പുറപ്പാട് പുസ്തകത്തിൻ്റെ 13 മുതൽ 31 വരെ നോക്കുമ്പം 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 31 വരെ നോക്കുമ്പം വിശ്വാസത്തിൽ. 15-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഗംഭീര ആരാധന. എന്നാൽ 15-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെ വായിക്കുമ്പോൾ പിറുപിറുപ്പ്. പിന്നെ 25 മുതൽ 26 വരെയൊക്കെ നമ്മൾ ആ 15-ാം അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോഴത്തേനും അവിടെ മാറയും കയ്പും എല്ലാം ഊടുപാട് പ്രശ്നമാണ്. അപ്പോൾ ഈ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവർ അവർ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മഹാപുരോഹിതന്മാരും
ഈ പുരോഹിതന്മാരും ഈ ക്രൂശിക്കുന്നവരും ന്യായശാസ്ത്രികളും ഒക്കെ ഇന്നത്തെ സഭയ്ക്കകത്താണ് ഉള്ളത്. ഇന്നത്തെ സഭയ്ക്കകത്തുള്ളവർ അവർ തങ്ങൾക്ക് തന്നെ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നു എന്ന് നമ്മൾ വായിക്കുക. ഇവിടെ ഹെബ്രായ ലേഖനത്തിൽ നിന്ന്, ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിലാണ് 4-5-6 വാക്യത്തിൽ അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും പരസ്യമായി അപകാസ്യനാക്കുകയും ചെയ്തു. ആ 400-500 പേരുടെ ഇടയ്ക്ക് അന്ന് ഈ റൈറ്റ് റവറൻഡ് ഡോക്ടർ ബിഷപ്പ് പാസ്റ്റർ ഉണ്ടാക്കി വെച്ച ഒരു നാണക്കേട് എല്ലാവരും വിവരം പറഞ്ഞു. കയ്യിലിരുന്ന പേപ്പറെല്ലാം തിരിച്ച് മേടിച്ചിട്ട് പ്രിൻ്റ് ചെയ്ത് മനോഹരമായ പൂവൊക്കെ വെച്ച് നല്ല കളറിലൊക്കെ പ്രിൻ്റ് ചെയ്ത പേപ്പറെല്ലാം തിരിച്ച് മേടിച്ചിട്ട് വെള്ള പേപ്പർ കൊണ്ട് കൊടുത്തപ്പോഴേ എല്ലാവരും ചോദിച്ചു എന്നാ കാര്യം. അന്നേരം പിന്നെ പറഞ്ഞു നേ ഇരിക്കുന്ന സാധനം സമ്മതിക്കുന്നില്ലെന്ന് പറയേണ്ടി വന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ എന്നായി? ഇയാൾ ഈ സാത്താന്യവാഹകൻ വന്നത് US ശുശ്രൂഷകനാണ്, മലയാളിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരാണ്. നമ്മളങ്ങനെ ആകാതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ കർത്താവെ ഞങ്ങൾ എല്ലാവരും സഹോദരന്മാരായി വസിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ കൃപയെ അധികമായി ഒഴുക്കണമേ. കർത്താവെ, അനേകരുടെ മുമ്പിൽ അങ്ങയെ വീണ്ടും ക്രൂശിക്കുകയും അവകാശനാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളാരും മാറരുതേ. അതിന് തക്കവണ്ണം ഞങ്ങൾക്ക് വീഴ്ചകൾ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ മാനസാന്തരത്തിൻ്റെ അഭിഷേകം വിശ്വാസികളുടെ ഇടയ്ക്ക് വ്യാപരിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.